നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുളക് ചെടി പ്രൂൺ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ തുടക്കം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ബുഷായിട്ട് ഫുള്ള് പടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അന്ന് ഞാൻ 2 മുളക് കാണിച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു മുളകും ഈ ഒരു മുളകായിരുന്നു അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കൂടാതെ വേറെ കുറച്ച് മുളകും കൂടി നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരെണ്ണമുണ്ടായിട്ടുണ്ട്, താഴെ ഇവിടെ ആയിട്ട് ഒരെണ്ണമുണ്ടായിട്ടുണ്ട്. വേറെയൊക്കെ ചെറുതായിട്ട് മുളകായി വന്നുമുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ട് പടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു തൈല് ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറേ ബ്രാഞ്ചസ് വരെയും അതിനകത്ത് പെട്ടെന്ന് പൂവിടെയും കായയുടെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഇവിടെ കാണാം, ഇവിടെയായിട്ട് കാണാം പൂ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വളരില്ല. അത് ഈ പൂവ് കായാവാനും മുളകാവാനൊക്കെ പെട്ടെന്ന് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ മുളകിൻ്റെ വളർച്ച നിന്നുപോകും. ഭയങ്കര പതിയെ മുളക് വളർന്നു വരുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവണ ഈ പൂവും കായൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചെടി ആദ്യമായിട്ട് പൂവിട്ടതാണ്, ആ ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും വിചാരിക്കരുത്, നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ടുണ്ടാവണ പൂവും കായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെടി അത്യാവശ്യം വലുതായതിനു ശേഷമാണ് പൂവിടണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ ഇത്ര ചെറുപ്രായത്തിൽ ഇതുപോലെ പൂവിടാൻ നേരത്ത് ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു തുമ്പങ്ങട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ കായകൾ പിഴുത് കളയാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്യരുത്. കൈകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി ചതയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കത്രിക എടുക്കുക. നമ്മുടെ പ്രൂൺ ചെയ്യുന്ന കത്രിക നമുക്ക് മെടിയാൻ കിട്ടും, ഇതുപോലെ ഇരിക്കും. അത് എടുത്തിട്ട് ആ കായ് ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ആ ഒരു തലം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇതുപോലെ പൂ കട്ട് ചെയ്ത് കളയാം. ഇപ്പം അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു, അത് വീണ്ടും അവിടെ നിന്ന് പുതിയ ബ്രാഞ്ചസ് പൊട്ടിമുളച്ച് പുതിയത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് വിടർന്നുണ്ടായി വരും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിരിക്കുന്ന ചെടിയാണ്, അതിൽ ആദ്യമായിട്ടുണ്ടായ പൂവാണ് എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കുക. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത സ്ഥലത്തു നിന്നായിരിക്കും പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരും. ആ വളർന്നു വന്നേൽ നമുക്ക് പുതിയ കായകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പൂവിടെയും കായുടെയൊക്കെ ചെയ്ത് മുളക് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മളിത് അന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിരുന്ന നമ്മുടെ നാരകമാണ്. അതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പം നല്ല രീതിയിൽ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തതിൻ്റെ താഴത്ത് വെച്ചിട്ട് തന്നെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമുക്കിത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ബ്രാഞ്ചസ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇതുപോലെ ബുഷായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പാത്രത്തിലൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ വളർത്താനായിട്ട് നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്ത് കൃത്യസമയത്ത് തന്നെ പ്രൂൺ ചെയ്ത് പോയാലേ നല്ല ബുഷിയായിട്ട് പടർന്നുണ്ടാവുള്ളൂ. പിന്നെ പ്രൂൺ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരടി വലിപ്പത്തിൽ നിർത്തിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ കൈയുടെ എടുത്തു കഴിഞ്ഞാൽ കൈയുടെ വിരലിൻ്റെ തുമ്പോട്ട് നമ്മുടെ മുട്ട് വരെയുള്ള ആ ഒരു ഹൈറ്റിൽ നിർത്തി പ്രൂൺ ചെയ്ത് പോവുക. ആ ഒരു ഹൈറ്റ് എത്തുമ്പോൾ തൊട്ട് പ്രൂൺ ചെയ്യാൻ തുടങ്ങുക. അതുപോലെ നമ്മുടെ തക്കാളിയും ഒരു ഹൈറ്റ് എത്തണുള്ളൂ. അതിൻ്റെ ഇടയിൽ പുതിയ സക്കേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പുതിയ സക്കറൊക്കെ വന്ന ടൈമിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞോണം നമുക്ക് ഒരടി ഹൈറ്റ് എത്തുമ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങി, നമുക്ക് പ്രൂൺ ചെയ്യാനുള്ള ടൈം ആയി തുടങ്ങി. ഈ ഒരു ടൈമിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിക്ക് എങ്ങനെ പ്രൂൺ ചെയ്യണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം.